شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിനെ സംബന്ധിച്ചും അതിലെ ഒരു ഹദീസിനെ കുറിച്ചുമാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ആദ്യം ദാറുഖുത്നിയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ദാറുഖുത്നി ഒരുപക്ഷെ പലർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരാണ്. ഹദീസ് വിജ്ഞാന മേഖലയിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച, സംഭാവനകൾ ചെയ്ത മഹാപണ്ഡിതനാണ്, മഹാമുഹദ്ദിസാണ്. ലോകപ്രസിദ്ധരായ ഒരുപാട് മുഹദ്ദിസുകളെ സംബന്ധിച്ച് സംസാരിക്കുന്ന, അവരെ സംബന്ധിച്ച് കൃതികൾ എഴുതുന്ന മഹാപണ്ഡിതരിൽ ഒരാളായിരുന്നു ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി. ദാറുഖുത്നി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ല. നേരെ മറിച്ച് ദാറുൽ ഖുത്തൻ എന്ന് പറയുന്നത് ഇറാഖിലെ ബഗ്ദാദിനോട് അടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബഗ്ദാദ് പട്ടണത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും ദാറുൽ ഖുത്തൻ. ഖുത്തൻ എന്ന് പറഞ്ഞാൽ കോട്ടൻ എന്നാണ്. ഈ ഖുത്തനാണ് പലപ്പോഴും ഇംഗ്ലീഷിലും അത് കോട്ടൻ, ഖുത്തൻ എന്നുള്ളത് കോട്ടൻ എന്നുള്ള നിലയ്ക്ക് യൂസ് ചെയ്തു പോകുന്നത് കാണാം. ദാറുൽ ഖുത്തൻ പരുത്തിയുടെ നാട് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം വരികയാണെങ്കിൽ. അഥവാ അന്നാട്ടിൽ ഏറ്റവും കൂടുതൽ പരുത്തി വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ദാറുൽ ഖുത്തൻ ബഗ്ദാദിൽ. അതിലേക്ക് ചേർത്തിയിട്ടാണ് ദാറു ഖുത്തനി എന്ന പേര് പലപ്പോഴും അവിടെയുള്ള പണ്ഡിതന്മാരിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ആ നാമങ്ങൾ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ദാറുൽ ഖുത്തനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അദ്ദേഹമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസിനെ ഓരോ മുഹദ്ദിസുകൾക്കിടയിൽ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ ദാറുഖുത്നി ആയിരുന്നു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അദ്ദേഹത്തിൻ്റെ പേര് അൽ ഇമാം അൽ ഹാഫിൾ ഷെയ്ഖുൽ ഇസ്ലാം അബുൽ ഹസൻ അലി ഇബ്നു ഉമർ ഇബ്നു അഹ്മദ് ഇബ്നു മഹ്ദി ഇബ്നു മസ്ഊദ് ഇബ്നു നുഅ്മാൻ ഇബ്നു ദീനാർ അൽ ബഗ്ദാദി ദാറുഖുത്നി. ദാറുഖുത്നിയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ബുദ്ധി വൈദഗ്ധ്യമുള്ള, മനപ്പാട ശക്തിയുള്ള, നല്ല ഗ്രാഹ്യ ശക്തിയുള്ള, ഒരു സാധനം കേട്ട ഉടനെ തന്നെ അതിനെ മനപ്പാടമാക്കാൻ കഴിവുണ്ടായിരുന്ന നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ചത് 306, നമ്മൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാന മേഖലയെ സംബന്ധിച്ച് പറയാം. 306 ഹിജറ 306 ബഗ്ദാദിൽ അദ്ദേഹം ജനിച്ചു. ബഗ്ദാദിലെ ദാറുഖുത്തൻ എന്ന് പറഞ്ഞ നാട്ടിൽ അദ്ദേഹം ജനിച്ചു. അത് പറഞ്ഞ അബ്ബാസി ഖിലാഫത്തിൻ്റെ ആ കാലം എന്നൊക്കെ പറയണത് 306-300 മുതലുള്ള കാലം എന്ന് പറഞ്ഞത് അൽ അസ്റു ദഹബിയാണ്, ഒരു ഗോൾഡൻ ഏജാണ്, സുവർണ കാലഘട്ടമായിരുന്നു. അബ്ബാസി ഭരണകൂടത്തിൻ്റെ ഒരുപാട് മഹാപ്രതിഭകൾ, മഹാപണ്ഡിതന്മാർ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം. അദ്ദേഹം വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാണ്. നല്ല ഓർമ്മശക്തി എന്ന് മാത്രമല്ല, ബുദ്ധി കൂർമ്മത അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പ്രകടിപ്പിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഹദീസ് പഠനത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം ബഗ്ദാദിലെ ഒട്ടുമിക്ക പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്നും ഹദീസുകൾ കേൾക്കുകയും മനപ്പാടമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മനപ്പാട ശക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളെ ഷേഖുമാർ പറയാറുണ്ട്, ദാറുഖുത്നിയുടെ ഓർമ്മശക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്. ക്ലാസ്സിൽ ഏതെങ്കിലും വിദ്യാർത്ഥി ശ്രദ്ധിക്കാതെ തല താഴ്ത്തി വേറെന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചോദിക്കും, നീ എന്താ ദാറുഖുത്നിയാണോ? കാരണം ദാറുഖുത്നിയുടെ ഓർമ്മശക്തി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുടെ ക്ലാസ്സുകളിൽ ഗുരുനാഥന്മാർ പറയുന്ന ഹദീസുകളെ ആ സമയത്ത് അദ്ദേഹം ഓർത്തുവെക്കുകയും മനപ്പാടമാക്കുകയും ചെയ്യും. ആ സമയത്ത് തന്നെ മൂപ്പര് വേറെ ഹദീസുകൾ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു രീതിയും സ്വീകരിച്ചു പോന്നിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഒരിക്കൽ അദ്ദേഹത്തെ പരീക്ഷിച്ചും ചെയ്തു. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്താ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അന്നേരം ആ ക്ലാസ്സിൽ പറഞ്ഞ 25 ഹദീസുകളെ ഉടനെ തന്നെ അദ്ദേഹം ഓർത്തെടുത്ത്, ഒരു തവണ അധ്യാപകൻ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അതിനെ ഓർത്തെടുത്ത് അതിൻ്റെ പരമ്പരയടക്കം അദ്ദേഹം ആ ക്ലാസ്സിൽ ഓർത്തെടുത്ത് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മതയെ സൂചിപ്പിക്കുന്ന, ബുദ്ധി വൈഭവത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ചരിത്രങ്ങളാണ്. അങ്ങനെ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു ഇമാം ദാറുഖുത്നി. അള്ളാഹു നല്ല ബുദ്ധിയുള്ള ആളുകളിൽ നമ്മളെ മക്കളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അതിന് ഉപയോഗിക്കാനുള്ള കഴിവും അള്ളാഹു നൽകുമാറാവട്ടെ. അദ്ദേഹം ബഗ്ദാദിലെ പണ്ഡിതന്മാരിൽ നിന്ന് അറിവുകൾ നേടി. അത് കഴിഞ്ഞ് ഒരുപാട് യാത്രകൾ അദ്ദേഹം അറിവിനു വേണ്ടി നടത്തി. ഈജിപ്ത്, സിറിയ, നമ്മൾ നേരത്തെ എല്ലാ പണ്ഡിതന്മാരുടെയും ചരിത്രം വായിക്കുന്നത് പോലെ ഷാമിലേക്ക് അദ്ദേഹവും യാത്ര തിരിച്ചിട്ടുണ്ട്. കൂഫയിലും ബസറയിലും വാസിത്തിലും അദ്ദേഹം യാത്രകൾ ചെയ്തെത്തിയിട്ടുണ്ട്. ആ നാട്ടിലൊക്കെ ഹദീസുകളും അതുപോലെ തന്നെ മറ്റു വിജ്ഞാനങ്ങളും അദ്ദേഹം നേടി. ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ നല്ല ഒരു പണ്ഡിതനും കൂടിയാണ് ഇമാം ദാറുഖുത്നി എന്നാണ്. മറ്റു മുഹദ്ദിസുകളിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യതിരക്തനാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് ഖുർആൻ പാരായണ ശാസ്ത്രം, അഥവാ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഖിറാഅത്ത് എന്ന് പറയുന്ന തന്നെ ഒരു ഉലൂമുൽ ഖുർആന്റെ വേറൊരു ഭാഗമാണ്. തഫ്സീറിനപ്പുറത്തേക്ക് ഖിറാഅത്തുകൾ അല്ലേ, ആ ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ച് നല്ല ആ ഒരു ഉലൂമിൽ നല്ല അറിവുള്ള ആളായിരുന്നു മഹാനായ ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ദാറുഖുത്നി നിരവധി പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം ശേഖരിച്ചിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ലിസ്റ്റൊക്കെ എഴുതി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പ്രധാനിയാണ് അബൂബക്കർ ബിൻ അബി ദാവൂദ് അൽ സിജിസ്താനി, അബുൽ ഖാസിം അൽ ബഗവി, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി. പലപ്പോഴും ചില ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ഷർഹ് നമ്മൾ വായിക്കുമ്പോൾ ഖാലൽ ഇമാം ബഗവി എന്ന് പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മഹാമുഹദ്ദിസാണ് അദ്ദേഹം. ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് വിശദീകരണം എഴുതിയ മഹാപണ്ഡിതനാണ്. ചരിത്രം എഴുതിയ പണ്ഡിതനാണ്. അബൂബക്കർ ഇബ്നു സിയാദ് നൈസാപൂരിയും ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് സഫാർ ഒക്കെ ദാറുഖുത്നിയുടെ അറിയപ്പെട്ട ഉള്ള ആളുകളാണ്, ഗുരുനാഥന്മാരാണ്. ഇനി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ, ഇമാം ദാറുഖുത്നിയുടെ വിദ്യാർത്ഥികളിൽ നമുക്ക് ആദ്യം വായിക്കാൻ പറ്റുന്ന പേര് ഇമാം ഹാക്കിമിനെ തന്നെയാണ്. നമ്മൾ ഹാക്കിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മുസ്തദ്റക്ക്, ഹാക്കിമിന്റെ മുസ്തദ്റക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഇമാം ഹാക്കിം ദാറുഖുത്നിയുടെ ശിഷ്യനാണ്. നമ്മൾ അന്ന് ഹാക്കിമിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ആ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ അബൂ നുഐമുൽ അസ്ഫഹാനി, ഹില്യത്തുൽ ഔലിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയ അബൂ നുഐം അൽ അസ്ഫഹാനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. ഇമാം ഹറബി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ ഗനി ഇബ്നു സഈദ്, ഇവരൊക്കെ മഹാമുഹദ്ദിസുകളാണ്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ദാറുഖുത്നിയുടെ ശിഷ്യന്മാരാണ് എന്ന് പറയുമ്പോൾ ദാറുഖുത്നി എത്രമാത്രം വലിയ പണ്ഡിതനാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ഈ മഹാമുഹദ്ദിസുകളുടെ പേരുകൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായി. ഇദ്ദേഹത്തിന് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അഥവാ ഉലൂമുൽ ഹദീസിൽ, ഉസൂലുൽ ഹദീസിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇൽമുൽ ഹദീസ് അല്ലെ, നേരത്തെ പറഞ്ഞ ഈ ഉലൂമുൽ ഹദീസ് റിപ്പോർട്ടകന്മാരെ സംബന്ധിച്ചുള്ള അറിവിൽ ഇദ്ദേഹം വ്യതിരക്തനാണ്. ഓരോ റാവിമാരെ സംബന്ധിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യുന്ന വിശദീകരണങ്ങൾ, വിശേഷണങ്ങൾ ഇദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. അവരുടെ ഗുണങ്ങൾ, അവരുടെ ഓരോ റാവിമാരുടെയും ഗുണഗണങ്ങൾ, ഓരോ കാര്യങ്ങളെയും രേഖപ്പെടുത്തി പരിശോധന നടത്തിയിട്ട് ഗ്രന്ഥം എഴുതിയ ആളാണ്. അതിലറിവുള്ള ആളാണ്. ജർഹ് വ തഅദീൽ എന്നതിന് പറയാം. ജർഹ് തഅദീൽ, ഒരു റാവിക്ക് ജർഹുകൾ ഉണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ ബയാൻ ചെയ്തിട്ട് തഅദീൽ, അദ്ദേഹം അജ്ലാണ് എന്ന് തോന്നിപ്പിക്കുന്ന, വിശ്വസ്തനാണ്, യോഗ്യനാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അതിലൊക്കെ നല്ല വിവരമുള്ള ആളായിരുന്നു മഹാനായ ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല ഇമാം ദഹബി ഒരിക്കൽ പറഞ്ഞു, ഹദീസുകളുടെ പോരായ്മകളെ സംബന്ധിച്ചും അഥവാ ഇലലുകളെ സംബന്ധിച്ചും റിപ്പോർട്ടകന്മാരെ സംബന്ധിച്ചും അവരുടെ അവസ്ഥകളെ സംബന്ധിച്ചും ദാറുഖുത്നിയേക്കാൾ നന്നായി അറിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അഥവാ ആ കാലഘട്ടത്തിൽ അത്രക്കും ഒരു റാവിയെയും റാവിയുടെ അവസ്ഥകളെയും അതുപോലെ തന്നെ ഹദീസുകളെയും ഹദീസുകളുടെ പോരായ്മകളെയും സംബന്ധിച്ച് അറിവുണ്ടായിരുന്ന മഹാപണ്ഡിതൻ എന്നാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചത്. ഇമാം ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ അൽ ബാഖില്ലാനി, അദ്ദേഹം പറയുന്നത് ഇമാം ദാറുഖുത്നി ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമാണ്. ഇമാമുൽ മുഹദ്ദിസീൻ എന്ന വിശേഷണം ദാറുഖുത്നിക്ക് നൽകി. അഥവാ ഒരു ഹദീസ് പഠിക്കാനും ഹദീസിൻ്റെ പരമ്പരകളെ സംബന്ധിച്ചും അതിൻ്റെ മറ്റു ഒലൂമുകളെ സംബന്ധിച്ചുമൊക്കെ വായിക്കാനും കേൾക്കാനും താല്പര്യപ്പെടുന്ന ഒരാൾ ദാറുഖുത്നിയുടെ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പൊരുൾ. ഇത്രയും കാര്യം പറഞ്ഞത്, ഇത്രയും കാര്യം നമ്മൾ വിശദീകരിച്ചത് അതിനാണ്. ഇനിയും ഇമാം ദാറുഖുത്നിയുടെ അറിയപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ പറയാം. അതിലൊന്ന് നമ്മളിന്ന് വിശദീകരിക്കുന്ന സുനനാണ്. സുനനു ദാറു, അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, ഏറ്റവും പ്രസിദ്ധവും അതാണ്. പിന്നെ അൽ ഇലൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഇലൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ ജംആണ് ഇലൽ, പോരായ്മകൾ, ഓരോ ഹദീസിലെയും പോരായ്മകൾ, റാവിമാരെ പോരായ്മകൾ, ഹദീസിലെ സൂക്ഷ്മമായി മഹാപണ്ഡിതന്മാർക്ക് മാത്രം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള പോരായ്മകളെ വിപുലമായി വിശദീകരിച്ച ഒരു ഗ്രന്ഥമാണ് അൽ ഇലൽ. അത് ദാറുഖുത്നി നേടാൻ. അതുപോലെ അൽ മുഖ്തലിഫ് വൽ മുഖ്തലിഫ്, അതായത് ചില മുഖ്തലിഫും മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരേപോലെ തോന്നുന്ന റാവിമാരുണ്ടാവും പേരിൽ.
ചിലപ്പോൾ വ്യത്യസ്തതകൾ ഉണ്ടാവും. ഇങ്ങനെ റാവിമാരുടെ പേരുകളിലെ സാമ്യങ്ങളെയും ഒക്കെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം. റാവിമാരെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, എന്താണ് ഇപ്പോൾ അബു അബ്ദില്ല എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം അനസ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിലുള്ള ഇഖ്തിലാഫുകളെയും ഇഖ്തിലാഫുകളെയും ഒക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും പാകത്തിലാണ് ആ ഗ്രന്ഥം അദ്ദേഹം ചെയ്തത് ഉലൂമുൽ ഹദീസിൽ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. കിതാബുൽ ഖിറാഅത്ത്, ഞാൻ പറഞ്ഞു ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആൻ പാരായണ നിയമത്തെ സംബന്ധിച്ച് ആ ഒരു ശാസ്ത്ര മേഖലയിൽ അറിവുള്ള ആളായിരുന്നു ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് അതിലൊരു ഗ്രന്ഥം രചിച്ചു, കിതാബുൽ ഖിറാഅത്ത്. ഖുർആൻ പാരായണ ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണമാണ് ആ ഒരു പുസ്തകം. ഇദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 385 ഒരു ദുൽഖഅദ് മാസം. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബഗ്ദാദിലെ ദാറുൽ ഖുത്നിൽ തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതും. ബഗ്ദാദിലെ ബാബുദ്ദൈർ അവിടെ പ്രമുഖനായ അന്നത്തെ പണ്ഡിതൻ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഖബർ ചെയ്ത അതേ സ്ഥലത്ത്, ആ ഖബറിൻ്റെ അതേ അരികത്തായിരുന്നു ഇമാം ദാറുഖുത്നിയെയും ഖബർ ചെയ്തതെന്നാണ് പിൽക്കാലത്ത് പറഞ്ഞല്ലോ. ഈ നാട്ടിലെ രണ്ടു പണ്ഡിതന്മാരുടെ ഖബറിടമാണ് ഇത് എന്നെന്ത് ചെയ്യാറുണ്ട് അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു. ഇനിയും ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. സുനനു ദാറുഖുത്നി, ഞാൻ നേരത്തെ പറഞ്ഞു സുനൻ എന്ന ഗ്രന്ഥങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിനെ കർമ്മശാസ്ത്രപരമായ രീതിയിലാണ് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചെറിയൊരു വ്യത്യസ്തത സുനനു ദാറുഖുത്നി എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഇമാം ദാറുഖുത്നി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഹദീസുകളിലെ സൂക്ഷ്മമായ പോരായ്മകളെ വിശദീകരിക്കാനാണ്. ഇപ്പോൾ സുനൻ അബീ ദാവൂദും സുനനു തുർമുദിയും സുനൻ നസായിയും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ കർമ്മശാസ്ത്രപരമായ നിയമങ്ങളും അറിവുകളും നമുക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. ഒരു കർമ്മശാസ്ത്രപരമായ ഒരു ഹദീസിനെ തിരയാൻ ഇന്ന ബാബിലേക്ക് പോയാൽ ആ ഹദീസിനെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അതായിരുന്നു ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രത്യേകത. ഓരോ കിതാബ് ത്വഹാറ പോലെ അബുവാബുകളായി അധ്യായങ്ങളും ഉപാധ്യായങ്ങളുമായി തരംതിരിച്ചിട്ടാണ് ആ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സുനനു ദാറുഖുത്നിയും അതേ ശൈലിയാണ്. പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹദീസിൻ്റെയും പോരായ്മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഹദീസിൻ്റെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ റാവിമാർക്കുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം അത് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഈ ഒരു സുനനിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല വേറുള്ള സുനനുകളിലൊക്കെ വന്ന ദുർബലമായ റിപ്പോർട്ടുകളെ തെരഞ്ഞുപിടിച്ച് ഇദ്ദേഹം ഇതിൽ കൊണ്ടുവന്നു. എന്തിനാ ദുർബലമായ ഹദീസുകൾ ഇതിൽ ഉൾപ്പെടുത്തിയത്? ആ ഹദീസിൻ്റെ ദൗർബല്യതയെ, ആ ഹദീസിൻ്റെ പോരായ്മകളെ ലോകത്തിന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു ഹദീസിനെ സംബന്ധിച്ച് കേട്ടാൽ അത് ഏകദേശം ഏത് ബാബിൽ വരുന്നതായിരിക്കും? കിതാബു തറഹാറയിലാണോ, കിതാബു സലാത്തിലുള്ളതാണോ? ഇന്നതല്ല കിതാബു സിയാമ്, നോമ്പുമായി ബന്ധപ്പെട്ടൊരു ഹദീസാണ്. ഇന്ന പോരായ്മ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ആ പോരായ്മകൾ അറിയാൻ ഒരാൾക്ക് പെട്ടെന്ന് തിരഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ദാറുഖുത്നിയുടെ സുനൻ എടുക്കുക, അതിലെ കിതാബു സിയാം എടുക്കുക, ആ ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആ ഹദീസിൻ്റെ പോരായ്മകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകും, അതിനെ ബയാൻ ചെയ്തിരിക്കും. അത് ഈ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർമ്മശാസ്ത്ര വിധികൾക്ക് ആസ്പദമായി ഹദീസുകളെ അതിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് കർമ്മശാസ്ത്രപരമായിട്ട് തന്നെ അതിനെ സെർച്ച് ചെയ്യാനും അതിനെ നോക്കാനും നമുക്ക് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു സ്വഹീഹായ ഹദീസുകൾ മാത്രമല്ല, ഹസനായ ഹദീസുകൾ മാത്രമല്ല, ദുർബലമായ ഹദീസുകളും അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് ദാറുഖുത്നിയുടെ ഹദീസ് അദ്ദേഹത്തിൻ്റെ സുനലുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിധി എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ വിധി പറയാൻ പാടില്ല. ആ ഒരു വിധിയെ അങ്ങനെ ആ രൂപത്തിൽ കണക്കാക്കാൻ പാടില്ല. നേരെ മറിച്ച് അതിനെ സംബന്ധിച്ച് പൂർണ്ണമായും അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വായിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാകണം എന്നുള്ളത് കൂടി അവിടെ ഓർമ്മിപ്പിക്കാൻ. ഓരോ ഫുഖഹാക്കൾക്കുമുള്ള ഒരു മാർഗദർശനം, അഥവാ ഓരോ ഫഖീഹിനും ഈ ഗ്രന്ഥം ഉപയോഗിച്ചാൽ നല്ല ഉപകാരമാണ്. ഹദീസിൻ്റെ പോരായ്മകൾ വിശദീകരിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് പണി എളുപ്പമായി ഈ ഗ്രന്ഥം ഉണ്ടായതുകൊണ്ട്. സനദുകളിലെ ചർച്ചകൾ, ഓരോ ഹദീസിൻ്റെയും പരമ്പരയിലെ ചർച്ചകൾ ഉള്ളത് കൊണ്ട് തന്നെ മുഹദ്ദിസുകൾക്ക് ഈ ഗ്രന്ഥത്തെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഏകദേശം 4700ഓളം ഹദീസുകൾ ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥത്തിലുണ്ടെന്നാണ്. 4700ഓളം ഹദീസുകൾ. ഹദീസ് വിജ്ഞാനത്തിൽ ഉന്നത പഠനം നടത്തുന്ന ഏതൊരാൾക്കും, അല്ലെ, കുറച്ചും കൂടിയൊക്കെ വൈഡായിട്ട് നോക്കണം, ഹദീസ് പഠിക്കണം എന്ന് വായിക്കുന്ന ഒരാൾക്കും ഈ ഗ്രന്ഥം ഒഴിച്ചുകൂടാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആകെയുള്ള പൊരുൾ. ഇമാം ദാറുഖുത്നിയുടെ ഈ ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ സുനനിൽ നിന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തൊരു ഹദീസിനെ നമ്മൾ വായിക്കുകയാണ്. കുറേ ഹദീസുകൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെതായി സുനന് ദാറുഖുത്നിയിൽ കാണാൻ കഴിയും. സുനൻ ദാറുഖുത്നി മാത്രമല്ല, അബൂദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ മഹാപണ്ഡിതനാണ്.
നമ്മൾ ഇതുവരെ അധികവും പണ്ഡിതന്മാരെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അറിവുകളോട് താല്പര്യവും അറിവുകൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടവും അതിൽ അധ്വാനവും ചെയ്ത ഉലമാക്കളായ സ്വഹാബത്തിനെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു പോകുന്നത് ഈ രാവുകളിൽ അഖിലവും. അക്കൂട്ടത്തിൽ നമ്മൾ സ്മരിക്കേണ്ട പേരാണ് അബൂദർദാഉം ഉമ്മുദർദാഉം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരങ്ങളായ ചരിത്രങ്ങൾക്ക് അർഹരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആളുകളാണ് അവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹുമ. അതിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു കുറേ ഹദീസുകളുണ്ട്. അത് പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സുനൻ അബൂ ദാവൂദിലും സുനൻ തിർമിദിയിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ വായിക്കുന്ന ഹദീസ് സുനനു ദാറുഖുത്നിയിൽ നിന്നാണ്. ദാറുഖുത്നിയിൽ തന്നെ കുറേ ഹദീസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ ഹദീസ് എന്ന് പറയുമ്പോൾ ഈ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി ഇറങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ അറിവ് തേടി ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടി പ്രപഞ്ചത്തിലുള്ള സകലതും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ പോലെ ആ ഹദീസുകളൊക്കെ റിവായത്ത് ചെയ്ത അബൂദർദാ ആണ്. കാരണം അറിവിന് വേണ്ടി ഒരു ആയുസ്സിനെ സമർപ്പിച്ചവനാണ് ആ പ്രവാചക നിജരൻ. അതേപോലെ തന്നെ നമുക്ക് സുപരിചിതമായ മറ്റൊരു ഹദീസാണ് നല്ല സ്വഭാവം. നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനമുണ്ടാകുന്നത് സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞ ഹദീസ്. അത് പരിചയപ്പെടുത്തിയത് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ്. ഏതൊരാളും അയാളുടെ സ്വഭാവത്തിൽ ഒരിക്കലും ആൾക്കാരെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നല്ലതല്ല, ആ സ്വഭാവം ഒഴിവാക്കണം. അങ്ങനെയുള്ള ആളുകളാവുമ്പോൾ നാളെ ഒരു പരലോകത്തൊരു ശുപാർശകനോ സാക്ഷികളോ ആയിട്ട് അള്ളാഹു കൊണ്ടുവരൂല എന്നൊക്കെ പറഞ്ഞ മോശം സ്വഭാവത്തെ സംബന്ധിച്ച് താക്കീത് നൽകിയതും അദ്ദേഹമാണ്. ഏതായാലും അങ്ങനെ കുറേ ഹദീസുകളുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ വായിക്കുന്ന ഹദീസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പലരും പ്രാവർത്തികമാക്കുന്നൊരു സംഭവമാണ്. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു ശീലിക്കണം. ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ ഒരു ദേഷ്യം തോന്നുകയാണെങ്കിൽ, ആരോടെങ്കിലൊക്കെ ഒരു വെറുപ്പോ അസൂയയോ എന്തെങ്കിലും കുശുമ്പോ വൈരാഗ്യമോ തോന്നുകയാണെങ്കിൽ അവർക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി. മനസ്സിൽ സ്നേഹം നിറയും. അവരോടൊരു വിദ്വേഷം ഉണ്ടാവില്ല, ഒരു പകയും ഉണ്ടാവില്ല. ഏറ്റവും നല്ല തെളിഞ്ഞ ഹൃദയവുമായി നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു മുഅ്മിൻ ഒരിക്കലും മറ്റൊരു മുഅ്മിനിനെ വെറുക്കാൻ പാടില്ല, അവനെ ഉപദ്രവിക്കാൻ പാടില്ല. അവനെ ഉപദ്രവിക്കാതിരിക്കൽ പോലും ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് വേണ്ടി നമുക്ക് നൽകാൻ പറ്റുന്ന ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? ലോകമാന്യത വരാതെ, അല്ലെങ്കിൽ ആളുകളുടെ പ്രശംസയും പ്രോത്സാഹനവും വന്ന് നീയത്തിൽ പോരായ്മ വരാതിരിക്കാൻ പറ്റുന്ന സംഗതിയാണ് ആരും അറിയാതെ അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ നിന്ന് നാവുകളിലൂടെ വാനലോകത്തേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ആ സംഭവം നമുക്ക് വിശദീകരിക്കാം. ഖാല എന്ന് പറഞ്ഞാൽ ഖാല ഹദ്ദസന, അഥവാ ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹദ്ദസന അബൂബക്കർ അന്നൈസാബൂരി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖ്ബറന എന്നാണ്. അഖ്ബറന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, അഖ്ബറന അഫ്ഫാനു, അഖ്ബറന ഹമ്മാമു, അഖ്ബറന ഖത്താദ അൻ സഫ്വാൻ ബിൻ അബ്ദില്ലാഹി ബിൻ സഫ്വാൻ അൻ ഉമ്മിദ്ദർദാ, ഉമ്മുദർദായിൽ നിന്ന് അൻ അബിദ്ദർദാ, അബൂദർദാ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അബൂദർദായിൽ നിന്ന് ഉമ്മിദർദാ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഈ പരമ്പര ഇങ്ങനെ വായിക്കുമ്പോൾ അബൂദർദാ ആണ് നബിയിൽ നിന്ന് കേട്ടത്. പക്ഷേ അബൂദർദായിൽ നിന്ന് ആര് കേട്ടു? ഉമ്മുദർദാ കേട്ടു. ഉമ്മുദർദാ ഞാൻ പറഞ്ഞല്ലോ അബൂദർദാഇന്റെ പത്നി. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വിജ്ഞാനം അവരുടെ കഴിവിനാൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചരിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും അറിവിനോട് നല്ല താല്പര്യമുള്ളവരാണ്, ആരാധനകളോടും താല്പര്യമുള്ളവരായിരുന്നു. അബൂദർദാഇന്റെ മരണശേഷം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വനിതയാണ് ഉമ്മുദർദാ എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ചരിത്രമാണ്. ഏതായാലും അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞിരിക്കുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ദഅവത്തുൽ മർ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. ഏത് മനുഷ്യൻ? അൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. ഓരോ വരി അടിവരടണം. ദഅവത്തുൽ മർ ഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു സഹോദരൻ്റെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. ആർക്ക് വേണ്ടി? ലി അഖീഹി, തൻ്റെ സഹോദരന് വേണ്ടി. സഹോദരൻ എന്ന് പറയുമ്പോൾ ഉമ്മയൊത്ത ഉപ്പയൊത്ത സഹോദരന്മാർ, ഒരേ ചോരയിലുള്ള സഹോദരനുണ്ടാവും. മാത്രമല്ല അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഉഖ്വത്തുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സഹോദരന്മാരാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹോദരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെ? ബിളഹിരിൽ ഗൈബ്, അവൻ്റെ അസാന്നിധ്യത്തിൽ. അവൻ സ്ഥലത്തില്ല, അവന് നമ്മളൊപ്പമൊന്നുമില്ല, അവനറിയുന്നില്ല, നമ്മൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന.
അങ്ങനെയുള്ളൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു മുസ്തജാബത്തുൻ, അത് ജവാബുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറയില്ല, അള്ളാഹു അതിനെ സ്വീകരിക്കുമെന്നർത്ഥം. ആ പ്രാർത്ഥനയെ അള്ളാഹു തള്ളിക്കളയില്ല. ആ പ്രാർത്ഥന ജവാബുള്ള പ്രാർത്ഥനയാണ്. നല്ല മുദഅവത്തുൻ മുസ്തജാബ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹദീസ് തീർന്നില്ല. റസൂലുള്ളാഹി പറയുന്നു, ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ. അവൻ്റെ തലയുടെ അരികത്ത് ഒരു മലക്കുണ്ടാകും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അരികത്തുള്ള മലക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നു, നമ്മൾ കാണാത്ത, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയി മുഖേന അറിഞ്ഞൊരു വിവരം അബൂദർദാ ലോകത്തിന് പരിചയപ്പെടുത്താൻ റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞ പിന്നെ അതിന് അപ്പുറത്തേക്കില്ല. നുണ പറയൂല, വെറുതെയും പറയൂല, പറഞ്ഞു മോഹിപ്പിക്കൂല. അതാണ് റസൂൽ പറയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ അരികിൽ അവൻ്റെ തലയുടെ അരികത്തുണ്ടാകുന്ന മലക്ക്. എങ്ങനെ മലക്ക്? ഇതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്, മുവക്കലും അല്ലേ, ഇതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഈ ഒരു കാര്യത്തിനായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഓരോ മലക്കുകളല്ല, ഇതിനായിട്ട് അല്ല ചില മലക്കുകൾ ഏർപ്പെടുത്തിയെന്നാണ്. കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ, തൻ്റെ സഹോദരന് വേണ്ടി ഓരോ തവണ എപ്പോഴൊക്കെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുമോ അപ്പോഴൊക്കെ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ആ ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്താ പറയുക? ആ മലക്ക് പറഞ്ഞുകൊണ്ടേ, ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുസ്തജിബ്, അള്ളാഹുവെ നീ ജവാബ് നൽകണേ. ആ പറഞ്ഞ ഈ സഹോദരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് റബ്ബെ നീ ഉത്തരം കൊടുക്കണേ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മനുഷ്യന്മാർ കുറ്റങ്ങളും പോരായ്മകളും ഉള്ളവരാ. നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും പലതും പഠിച്ച റബ്ബ് നിർത്തിവെക്കാനും തടഞ്ഞു വെക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. പക്ഷേ മലക്കുകളുടെ പ്രാർത്ഥനകൾ അങ്ങനെയല്ല. മലക്കുകൾ പ്രാർത്ഥിച്ചാൽ അല്ലേ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ സമീപസ്ഥരാൻ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണോ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വേണോ, നമ്മൾ മറ്റുള്ളവർക്ക് അതുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. ചില സലഫ് സ്വാലിഹികളൊക്കെ പറ്റി പറയും, അവർ മഹാപണ്ഡിതന്മാരായ സ്വഹാബികൾ, മഹാപണ്ഡിതന്മാരായ താബിയകൾ, അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്ന് തോന്നിയാൽ അവർ അവരുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി അതിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് സഹോദരന് മാത്രമല്ല, സഹോദരിക്കും ബാധകമാണ്. ഇവിടെ അഖ് എന്ന വാക്കിനെ ആമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നാണ് ചില മുഹദ്ദിസുകളുടെ ഭാഷ്യം. അത് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാനും കൂടിയാണ് എന്നുള്ള അർത്ഥത്തിൽ അത് അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത്, അവർക്ക് ഉണ്ടാവട്ടെ, എനിക്കുണ്ടാവാൻ വേണ്ടി അവർക്ക് ആ രീതിയിലല്ല, നേരെ പക്ഷെ അവർക്കും ഉണ്ടാവട്ടെ, എനിക്കുണ്ടാവട്ടെ, എല്ലാവർക്കും നന്മകളുണ്ടാവാൻ കൊതിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ പ്രാർത്ഥനയെ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയൂല. മലക്കുകൾ ആമീൻ പറയും, അള്ളാഹുവെ ജവാബ് കൊടുക്കണേ, വാ ലക്ക ബി മിസിൽ, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന്. വ ലക്ക ബി മിസിൽ, അതാണ് അടിവരടേണ്ടത്, കാണാതെ പഠിക്കേണ്ടത്, മനസ്സിൽ ഓർക്കേണ്ടത്. വലക്ക ബി മിസിൽ, ലക്ക ലക്ക, നിനക്കുമുണ്ട് അതേപോലെ, നിനക്കും അതേപോലെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശീലിക്കേണ്ടതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണം, അദ്ദേഹം സുന്നത്ത് നമസ്കാരങ്ങളിൽ അദ്ദേഹം തനിക്കറിയാവുന്ന 60ഓളം സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് പേരെടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലോചിക്കുക, അപ്പോൾ എത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സുന്നത്തിലെ സുജൂദിലെ ദൈർഘ്യം. പ്രിയപ്പെട്ടവർ, അദ്ദേഹം പരിഗണിച്ചു നോക്കൂ. പ്രാർത്ഥനകൾക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം നൽകുന്നത് അത് ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അവരോടുള്ള ഇഷ്ടത്തിൻ്റെ അടയാളമായി, കാപ്പട്യമില്ലാത്ത ഒരു പ്രകടനപരതയില്ലാത്ത ഒരടയാളമായി അത് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന ആഗ്രഹിക്കാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെന്ത് ചെയ്യാം, അവർക്ക് അനുവദനീയമാണ് എന്നൊക്കെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പരസ്പര വൈരാഗ്യം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, വേറെന്തെങ്കിലും കുബുദ്ധിയോ ഉദ്ദേശങ്ങളോ ദുരുദ്ദേശങ്ങളോ ഒന്നും കടന്നു വരില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ആ പ്രാർത്ഥനക്കുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉറപ്പാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സ്വഹീഹിന് ഷറഹ് എഴുതിയതാണ് ഇമാം നവവി അൽ മിൻഹാജ് ഷർഹ് മുസ്ലിം എന്നു പേരുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു വരി കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം നവവി പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരാള് തൻ്റെ സഹോദരന് വേണ്ടി അവനറിയാതെ, നമ്മളെ സഹോദരന് വേണ്ടി അവനറിയാതെ നമ്മൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ഇഖ്ലാസിന്റെ, അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ തെളിവാണെന്ന്. പഠിച്ചവനോടുള്ള പേടി, അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള ഇഖ്ലാസോടെ വരും, നിഷ്കളങ്കത. വേറെ ആരും കാണില്ലല്ലോ,
വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. അതാണ് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കുറേ പുകയത്തിലുണ്ടാവും, കുറേ ആൾക്കാർ നമ്മളെ പലതും പറഞ്ഞ് ഇതാക്കാനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ തന്നെ, നമ്മൾ പ്രാർത്ഥിച്ച ആൾ തന്നെ നമുക്ക് പലതും നൽകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാളുടെ ഇടയിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ള തോന്നലുകളൊക്കെ വരും. പ്രകടനപരത ലഹറുൽ ഗൈബിൽ കടന്നു വരൂല എന്നുള്ളതാണ്. അപരനറിയാതെയുള്ള പ്രാർത്ഥന തികച്ചും അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ മനസ്സിലാക്കിയത്. മുൻഗാമികളിൽ നമുക്കതിനൊരുപാട് മാതൃകകളും കാണാം. അതൊരു വ്യക്തിയോടുള്ള ഗുണകാംക്ഷയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നസീഹത്താൻ. അള്ളാഹു നസീഹത്തുകളിൽ നിറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് വിശദീകരിച്ചില്ല, ഹദീസിനെയാണ് ഇപ്പോൾ വിശദീകരിച്ചത്. അബൂദർദ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ല, ഉമ്മുദർദ എന്നുള്ള അവരുടെ പേരല്ല. അബൂദർദ എന്ന സഹാബിയുടെ പേര് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഉവൈമിർ ഇബ്നു മാലിക് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇത് ശ്രദ്ധിക്കാനുള്ള കാരണം വെച്ചാൽ പല പേരും പല പണ്ഡിതന്മാരും അബൂദർദാന് പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ ഈ ഭൂരിഭാഗം പണ്ഡിതന്മാരിലും നമുക്ക് പ്രബലമെന്ന് തോന്നിയത് ഉവൈമിർ എന്ന പേരാണ്. ഉവൈമിർ ഇബ്നു മാലിക് അതാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഒരു അൻസാരി ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട ആളാണ്, മദീനക്കാരനാണ്, ഖസ്റജാണ്, ഔസും ഖസ്റജും അറിയില്ലേ, അതിൽ ഖസ്റജിയായ ഒരു സഹാബിയാണ്, അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയാണ്. മാത്രവുമല്ല അദ്ദേഹം ആദ്യകാലത്ത് ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തന്നെ ബദർ യുദ്ധം കഴിഞ്ഞിട്ടാണ്. ബദർ യുദ്ധം നടക്കുമ്പോഴൊന്നും ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മദീനയിലെ കുറേ ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പെട്ടെന്നൊന്നും കടന്നു വന്നില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴും ആദ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ കാണാം, ഭൗതിക താല്പര്യങ്ങളോടും ഭൗതിക സുഖങ്ങളിലും സൗകര്യങ്ങളിലും നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. ഒരുപാട് പൈസ സമ്പത്ത് അദ്ദേഹം കച്ചവടം ചെയ്തുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാധനകളോടുള്ള ഇഷ്ടവും അറിവും അദ്ദേഹത്തിന് വർദ്ധിച്ചതിനനുസരിച്ച് അദ്ദേഹം ഭൗതിക കാര്യങ്ങളിൽ വിരക്തിയുള്ള ഒരാളായി. സുഖ സൗകര്യങ്ങളിൽ പലപ്പോഴും ദുനിയാവിനോടുള്ള പൂതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് നീങ്ങി അള്ളാഹു മാറ്റിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലപ്പോഴും പഠനത്തിന് വേണ്ടിയും ആ പഠനവും അറിവും അതിനെ പ്രചരിപ്പിക്കലുമായി ഭൗതികമായ കാര്യങ്ങളോട് താല്പര്യമില്ലാതെ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു ആളായി അബൂദർദ മാറി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഇസാബ ഫി തമീസ് സഹാബത്തിനെ പറ്റി പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സഹാബിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതായി, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വലിയൊരു കച്ചവടക്കാരൻ, കുന്തു താജിറൻ ഖബൽ ഇസ്ലാം, ഇസ്ലാമിന് മുന്നേ ഇദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, വലിയൊരു കച്ചവടക്കാരൻ. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഈ കച്ചവടം ഇദ്ദേഹം ഒഴിവാക്കി. പിന്നെ ആരാധനകളിൽ സമയം കണ്ടെത്തി. പലപ്പോഴും എൻ്റെ കച്ചവടങ്ങൾക്ക് എൻ്റെ ആരാധനകൾക്ക് എൻ്റെ കച്ചവടം തടസ്സമായി മാറിയപ്പോൾ, ബിസിനസ് എനിക്കതിന് തടസ്സമായി മാറിയപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സുകൾ ഉപേക്ഷിച്ചു. ഞാൻ ആരാധനകളിലേക്ക് എന്ത് ചെയ്തു? മാറി. പൂർണ്ണമായും ആരാധനകളിൽ ഞാൻ ഒരു അനുഭൂതി കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ആരാധനകളിൽ അനുഭൂതി കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വർധനവാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ഒപ്പം അദ്ദേഹം നിലകൊണ്ട പല സംഭവങ്ങളെ സംബന്ധിച്ചും പല കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഒരിക്കലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ മഹാപണ്ഡിതനാണ് എന്ന് മുആദിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 4 ആളുകളിൽ നിന്ന് ഖുർആൻ പഠിക്കണം. അതിലൊന്ന് ഇദ്ദേഹമാണ്, അബൂദർദ റളിയല്ലാഹു അൻഹു ആണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ 4 ആൾക്കാരെ പറഞ്ഞിരുന്നു, അതിലൊന്ന് മുആദാൻ. ഇവിടെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 4 ആൾക്കാരെ നിന്ന് പഠിക്കണം, അതിലൊന്ന് ആരാൻ? അതിലൊന്ന് നമ്മൾ ഈ പറഞ്ഞ അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഖുർആനിലുണ്ടായിരുന്ന വിവരം, ഖുർആനിൽ അദ്ദേഹം അങ്ങേയറ്റം നല്ല പാരായണ രീതി, അദ്ദേഹത്തിൻ്റെ അറിവ് അത് തന്നെയാണ്. നമ്മൾ ദാറുഖുത്നിയെ സംബന്ധിച്ച് പറഞ്ഞു, ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ നല്ല അറിവുള്ള ആളാണ്. അതുകൊണ്ടാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ തെരഞ്ഞെടുത്തു വെച്ചതും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സിറിയ കീഴടക്കിയപ്പോൾ, ഷാം കീഴടക്കിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പോയിരുന്നത് അബൂദർദ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും അവിടെ ശരീഅത്ത് പഠിപ്പിക്കാൻ പോയിരുന്നത് അബൂദർദ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നും ഡമസ്കസിലെ അഥവാ സിറിയയിലെ ദമസ്കിലെ ആദ്യത്തെ ഒരു ഖാദിയായി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചത് അബൂദർദ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ ലളിത ജീവിതമാണ്, ദുനിയാവിനോട് ഒരു പുതിയ. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പായ പോലും കണ്ടില്ല എന്ന്.
അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത്രേ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ആവശ്യങ്ങളല്ലല്ലോ, പരലോകത്തേക്കല്ലേ നമ്മൾ വിഭവങ്ങൾ ഒരുക്കേണ്ടത്, അവിടെയല്ലേ നമ്മുടെ ഏറ്റവും നല്ല ഭവനമുള്ളത് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഹിജറ 32 ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഡമസ്കസിൽ അഥവാ സിറിയയിലാണ് അദ്ദേഹത്തെ മറമാടിയത് എന്ന് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ചതായ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ആലം, അള്ളാഹു തൃപ്തിപ്പെടുമാറാവട്ടെ. ഇവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രചോദനമാകുന്ന വിധം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.